നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ നമുക്ക് ഒരുപാട് സെറ്റിങ്സുകൾ ഉണ്ടാവും. പലപ്പോഴും പല സെറ്റിങ്സും നമുക്ക് അറിയില്ല, നമ്മളായിട്ട് ഉപയോഗിക്കാറുമില്ല. എന്നാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ സെറ്റിങ്സ് നമ്മുടെ ഫോണിലുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ യൂസ്ഫുൾ ആയിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെറ്റിങ്സ് ആണ് പരിശോധിക്കുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണ് ആ സെറ്റിങ്സ് നോക്കാം. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ നോട്ടിഫിക്കേഷൻ ഇതുപോലെ സ്ക്രോൾ ചെയ്തു വീണ്ടും ഒരു തവണ കൂടി ഒന്ന് ഇതുപോലെ സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും മുകളിൽ സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണും. അത് തൊട്ടടുത്തായിട്ട് നമുക്ക് ഇതുപോലെ ഒരു സ്വിച്ച് ഓഫ് ചെയ്യുന്ന പോലുള്ള ഒരു ബട്ടൺ കാണാൻ സാധിക്കും, റൗണ്ട് ബട്ടൺ. ഈ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാനും നമ്മുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാനൊക്കെയുള്ള സൗകര്യമുണ്ട്. ഇവിടെ താഴെ ഭാഗത്ത് ഒരു സെറ്റിങ്സ് കാണാം. പല ആളുകളും ഈ സെറ്റിങ്സിനെ കുറിച്ച് അറിയില്ല. ഈ സൈഡ് ബട്ടൺ സെറ്റിങ്സ് ഉള്ള ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ ഏറ്റവും മുകളിൽ എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇവിടെ രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ ഓൾറെഡി നമുക്ക് കാണാൻ സാധിക്കുന്ന ക്വിക്ക് ലോഞ്ച് ക്യാമറ എന്നുള്ള ഭാഗത്താണ്. ഇത് നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ഡബിൾ ടാപ്പ്, നമ്മുടെ ഈ പവർ ബട്ടൺ ഡബിൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാമറ ഓപ്പൺ ആയി വരുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിവിടെ ആ ഒരു ഭാഗത്ത് നിന്ന് നേരെ ഓപ്പൺ ആപ്പ് എന്നുള്ള അവസാന ഭാഗത്ത് സെലക്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആ ഒരു ഓപ്പൺ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ആപ്പിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് ആപ്പാണോ നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ വാട്സപ്പ് സെലക്ട് ചെയ്യുകയാണ്. അതായത് എൻ്റെ മൊബൈൽ ഫോണിൽ ഞാൻ എൻ്റെ പവർ ബട്ടൺ 2 തവണ ഡബിൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് വാട്സപ്പ് ഓപ്പണായി വരണം. അതായത് നമുക്ക് വാട്സപ്പ് ആപ്പ് സെലക്ട് ചെയ്ത് കണ്ടെത്തി ബുദ്ധിമുട്ടാകേണ്ട ആവശ്യമില്ല. നമ്മുടെ പവർ ബട്ടൺ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആയി വരുന്ന ഒരു ഫീച്ചറാണ് ഇത്. നമുക്ക് ഇത്തരത്തിൽ വാട്സപ്പ് സെലക്ട് ചെയ്ത് വെക്കാം. ഇനി നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആപ്പ് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം, ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ. ഞാൻ വാട്സപ്പ് സെലക്ട് ചെയ്തു. രണ്ടാമത്തെ ഓപ്ഷൻ പ്രസ് ആൻഡ് ഹോൾഡ് എന്നുള്ള ഭാഗം. സൈഡ് ബട്ടൺ ഹോൾഡ് ചെയ്ത് ലോങ് പ്രസ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് ഏതാണ് വരേണ്ടതെന്നുള്ളതാണ്. ഞാനിവിടെ പവർ ഓഫ് മെനു എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആകാനുള്ള ഓപ്ഷനാണ്. സാധാരണ നമ്മൾ അത് തന്നെയാണ് സെറ്റ് ചെയ്യാറുള്ളത്. ഞാൻ അത് തന്നെ സെറ്റ് ചെയ്തു. അപ്പോൾ താഴെ ഭാഗത്തിൽ ഹൗ ടു പവർ ഓഫ് യുവർ ഫോൺ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ കാണാൻ സാധിക്കും നമ്മുടെ സൈഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത്. ഇവിടെ സൈഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളതിൻ്റെ മുഴുവൻ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വളരെ യൂസ്ഫുൾ ആണ്. സാംസങ് മൊബൈൽ ഫോണുകളിലാണ് ഈ സെറ്റിങ്സ് കാണുന്നത്. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഈ സെറ്റിങ്സ് ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.